ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന റിപ്പയർ ഒരു സൗണ്ട് ക്രാഫ്റ്റിൻ്റെ ഓഡിയോ മിക്സറാണ്. ഈ മിക്സർ LX സീരീസിലുള്ള ഒരു മിക്സറാണ്. അപ്പോൾ ഈ മിക്സർ കംപ്ലൈൻ്റ് ആയത് ഇതിനകത്ത് നമ്മൾ ജനറേറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ന്യൂട്രൽ ലൈൻ കട്ടായിട്ട് വോൾട്ടേജ് കൂടുതൽ കയറിയിട്ട് കംപ്ലൈൻ്റ് ആയെന്നാണ് നമുക്ക് കൊണ്ടുവന്ന കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫ്യൂസ് എല്ലാം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ സ്റ്റേഷനിലായിരിക്കും കംപ്ലൈൻ്റ് എന്ന് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ SMPS സർവീസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ പാർട്സ് ഡാമേജ് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെയാണ് കാണിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് സൈഡ് നമ്മളത് തുറന്നിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ SMPS. ഇതിൻ്റെ ഉൾവശത്ത് ഒരു ചെറിയൊരു പ്ലേറ്റിനകത്തായിട്ടാണ് SMPS ഉറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ SMPS. ഇതിനകത്തായിരിക്കും നമ്മുടെ ഫാൾട്ട് വരാൻ സാധ്യത. അപ്പം നമുക്ക് എന്ത് പാർട്സാണ് ഡാമേജ് ആയിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മുടെ മെയിൻ AC ഫിൽറ്റർ കപ്പാസിറ്റർ, AC അല്ല DC ഫിൽറ്റർ ചെയ്യുന്ന കപ്പാസിറ്റർ നമ്മുടെ ബൾജായിട്ടിരിക്കുകയാണ്. അതായത് ഓവർ വോൾട്ടേജ് കയറിയിട്ട് കപ്പാസിറ്റർ ബൾജായിരിക്കുകയാണ്. അപ്പം അതൊരു പ്രോബ്ലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ബോർഡ് നേരത്തെ തന്നെ കരിഞ്ഞ് പോയിട്ടുണ്ട്, ലൂസ് കോണ്ടാക്റ്റും ഉണ്ട്. നേരത്തെ ആരോ ഇത് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരതിന് പകരം അവിടെ വേണ്ടുന്ന സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോയതാണത്, ഇപ്പോഴത്തെ കംപ്ലൈൻ്റ് അല്ല. നേരത്തെ സർവീസ് ചെയ്ത് ആരോ ചെയ്തതാണ്. അപ്പോൾ അന്ന് അവിടെ ലൂസ് കോണ്ടാക്റ്റ് കാരണം നമ്മുടെ PCB തന്നെ അവിടെ കത്തിപ്പോയിട്ടുണ്ട്. നമ്മുടെ കംപ്ലൈൻറ്റ് നോക്കാം. അപ്പം നമ്മുടെ മെയിൻ സപ്ലൈ കയറുന്ന അവിടുത്തെ ലൈനൊക്കെ തന്നെ ബേണായി പോയിട്ടുണ്ട്. ബ്രിഡ്ജിലോട്ട് AC കയറുന്ന ബ്രിഡ്ജ് ICയിലോട്ട് AC വന്ന് കയറുന്ന ആ ലൈനെല്ലാം കത്തി പോയിരിക്കുകയാണ്. അപ്പം ആ ട്രാക്കുകളെല്ലാം പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പുതിയത് ജമ്പറിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഞാൻ ഇപ്പം ചെക്ക് ചെയ്തിട്ട് ഇപ്പം കത്തിപ്പോയ ഭാഗങ്ങൾക്ക് നമ്മൾ വേറെ വയറിട്ട് കണക്ട് ചെയ്തു. ഇതിലൊരു ബ്രിഡ്ജ് IC ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈപ്പ് റൗണ്ട് IC കിട്ടാനില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് നമ്മൾ 4 ഡയോഡ് ഉപയോഗിച്ച് ബ്രിഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം അതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ ഊരിയെടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് പുതിയ ഫിൽറ്റർ കപ്പാസിറ്റർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് പാർട്സ് ആണ് ഡാമേജ് ആയിരുന്നത്. അപ്പം നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്ററും നമ്മുടെ ബ്രിഡ്ജ് IC റൗണ്ട് മോഡൽ ബ്രിഡ്ജ് IC ആയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 4 ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രിഡ്ജ് വേറെ ചെയ്ത് അവിടെ സോൾഡർ ചെയ്ത് ബ്രിഡ്ജായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് നമ്മൾ പവർ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പവർ സപ്ലൈ ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം കണക്ട് ചെയ്തിട്ട് നമ്മൾ പവർ ഓൺ ആക്കുകയാണ്. പവർ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ സപ്ലൈ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. -15 വോൾട്ടും +15 വോൾട്ടിൻ്റെ LED ആണത്. അതേപോലെ തന്നെ ഫാൻറ്റം പവർ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആഡിയോ കൊടുത്ത് ചെക്ക് ചെയ്യുന്നില്ല. ബാക്കി കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എല്ലാ ലൈറ്റിൻ്റെയും മ്യൂട്ട് ബട്ടൺ വയ്ക്കുമ്പോൾ അതിനകത്തെല്ലാം ലൈറ്റുകൾ തെളിയുന്നുണ്ട്. പവർ സപ്ലൈയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. വേറെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. അപ്പം ചെറിയ 2 പാർട്സ് മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ സപ്ലൈ ഓണായിട്ടുണ്ട്. സാധാരണ ഇതൊരു ചെറിയ വർക്കായിരുന്നു. ചിലപ്പോൾ ഉള്ളിലോട്ട് വീണ്ടും കമ്പൗണ്ട്സുകൾ പോവും. ഇതിൻ്റെ കേസിൽ മോസ്ഫെറ്റ് IC ഒന്നും ഡാമേജ് ആയിട്ടില്ലായിരുന്നു. ഇതൊരു സിമ്പിളായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതേപോലുള്ള റിപ്പയറിംഗ് വീഡിയോകൾ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.